ഡ്രസ്സെല്ലാം മൂരി തലയ്ക്കും ചെവിക്കുറ്റിക്കും എല്ലാരിനും അടിച്ച് ഒടിച്ച് കുണ്ട്ര പോലീസ് സ്റ്റേഷനാണ്. ഞാൻ തൊഴിലുറപ്പിന്ന് വന്നപ്പോൾ ജിജേഷ് വിടില്ല, എവിടെ പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ. അതെല്ലാം പോലീസുകാർ ചെയ്തത്. നിങ്ങൾ ദൃശ്യം വന്നതാണ് അലങ്കോലപ്പെടുത്തിയിട്ടിരിക്കുന്നത്. കസേരയൊക്കെ ആരാണ് ലാത്തിക്ക് അടിച്ചു പൊട്ടിച്ചു. അതുകൊണ്ട് ടേബിളിന്റെ പുറത്തിരുന്ന ഗ്ലാസ് മൊത്തം ടി വി എല്ലാം മറിച്ചിട്ടോ. ടി വി എല്ലാം 3 പോലീസുകാരുള്ളായിരുന്നു. അതിൽ ഒരാൾ സിവിൽ തഹസിൽദാർ. കൂട്ടിന് പുറത്തിറങ്ങത്തില്ല. ഇറങ്ങത്തില്ല. അന്നേരം മുതലേ തുറന്നിട്ടേക്കെ ഈ നിമിഷം വരെ അത് പുറത്തിറങ്ങിയിട്ടില്ല. പിന്നെ എവിടെ വെച്ചാണ് അദ്ദേഹത്തിന് നായയുടെ കടിയേറ്റു എന്ന് പറയുന്നത്? നമുക്കറിയത്തില്ല എവിടെ വെച്ചാണ് കടിയേറ്റത്. പോലീസുകാര് ലാത്തി എടുത്ത് നായ അടിച്ചു. അപ്പൊ നായ പോലീസുകാരനെ കടിച്ചു. അതാണ് അവിടെ. ഈ നായ ഈ കൂട്ടിന് പുറത്തിറങ്ങത്തില്ല. വളരെ ചെറിയ നായയാണ്, അതുകൊണ്ട് തന്നെ കൂട്ടിന് പുറത്തിറങ്ങത്തില്ല. പിന്നീട് എന്താണ് സംഭവിച്ചത്? നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കുണ്ടറ പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ SI മറ്റൊരു ഉദ്യോഗസ്ഥനെയും കഴിഞ്ഞ ദിവസം നായയെ വിട്ട് കടിപ്പിച്ചു എന്നൊരു വാർത്ത ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. പ്രതിയെ പിടിക്കാനായി കുണ്ടറ പടപ്പക്കരയിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായിരുന്നത്. പ്രതിയായ ജിജേഷിന്റെ വളർത്തുനായ കടിച്ചു എന്നാണ് വാർത്തകളിൽ പ്രചരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച ചില വിവരങ്ങളിലേക്കാണ് പോകുന്നത്. പോലീസിനെ നായയെ വിട്ട് കടുപ്പിച്ച സംഭവത്തിൽ ചില നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ ജിജേഷിന്റെ സഹോദരി പങ്കുവയ്ക്കുന്നത്. പ്രതിയായ ജിജേഷിനെ ഈ ലോക്കപ്പിനകത്ത് കാണാനായി കുറെ സമയമായി കാത്തു നിൽക്കുന്നു. പക്ഷെ പോലീസ് കാണാൻ സമ്മതിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ജിജേഷ് നിരവധി കേസുകളിൽ പ്രതിയാണല്ലേ ജിജേഷ്? ഓക്കെ, ഈ ജിജേഷിന് ശരിക്കും ഇന്നലെ എന്താണ് സംഭവിച്ചത്? എല്ലാം ഒത്തുകുടിച്ചാണ്. ആരൊക്കെ? ജിജേഷും ഈ റോയി എന്നൊക്കെ പറഞ്ഞ ആളുകൾ 300 രൂപ ചോദിച്ചു കൊടുക്കാൻ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയുണ്ടായി. അവർ വന്ന സ്കൂട്ടി ഓടിയിരുന്നോ തെള്ളിയിട്ട്. ആരാണ്? എന്റെ ആങ്ങളെ ജിജേഷ്. അങ്ങനെ ഒരു സംഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാതൊന്നും ഉണ്ടായിട്ടില്ല. അവരിപ്പോ കള്ളക്കേസ് കൊടുത്തേക്ക്. അവരുടെ മോള് എന്തൊക്കെയോ ചെയ്ത് അവരുടെ ഭാര്യയെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ കള്ളക്കേസ് കൊടുത്തിരിക്കുന്നു. ജിജേഷിനെതിരെ കൊടുത്തിരിക്കുന്നു. രാത്രി വന്ന് പോലീസ് പിടിച്ച് നിർദ്ദയമായി ജിജേഷിനെ ഉപദ്രവിച്ചോടിട്ട്. അപ്പൊ പിള്ളേര് വീഡിയോ പിടിച്ചാ കണ്ടപ്പോ പോലീസുകാർ പിള്ളേരെ ചീത്തയും വിളിച്ച് ഓടിച്ചടിക്കും. ജിജേഷിനെ ഉപദ്രവിക്കുന്ന വീഡിയോ ഉണ്ടോ? ഉണ്ട്, വീഡിയോ ഉണ്ട്. ജിജേഷിനെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പോലീസാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇവര് മര്യാദയ്ക്ക് വീട്ടിൽ ഇരുന്ന ആളെ വന്ന് പിടിച്ചോണ്ട് പോയിട്ട് അടിക്കുകയാണ്. ക്രൂരമായി മർദ്ദിച്ചാണ് കൊണ്ടുപോകുന്നത്. ഇയാളെ ഡ്രസ്സെല്ലാം മൂരി തലയ്ക്കും ചെവിക്കുറ്റിക്കും എല്ലാരിനും അടിച്ച് ഒടിച്ച് കുണ്ട്ര പോലീസ് സ്റ്റേഷനാണ്. തുണിയെല്ലാം അഴിച്ച് തലയ്ക്കാണ് അടിക്കുന്നത്. അത് മോശമാ. പിള്ളേരെ വയ്ക്കല് വീഡിയോ വീഡിയോ
നിങ്ങളാകുമ്പോൾ ഒരു കുഴപ്പമില്ല പിള്ളേരാ നിങ്ങൾ കുഴപ്പമില്ല കയറി നിർത്താം വീഡിയോ പിള്ളേർ തുറത്തല്ലോ മാറി ഈ പരാതി ഒന്ന് ഇയാളെ വല്ലതും ചെയ്തോന്ന് ചോദിക്കും അത് പിന്നെ സ്റ്റേഷനിൽ ഞങ്ങളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ട കാഴ്ച ശരിക്കും വിവസ്ത്രനായ രീതിയിൽ ജിജേഷിനെ പോലീസ് ഉപദ്രവിക്കുന്ന ചില കാഴ്ചകളാണ് ഞങ്ങളിപ്പോൾ കണ്ടത്. പോലീസ് നായയെ വിട്ട് കടിപ്പിച്ചു, അതായത് നിങ്ങളുടെ വീട്ടിലെ നായയെ വിട്ട് SI കടിപ്പിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. പോലീസ് നായ ഇല്ലോണ്ട് നായ ഇല്ല. നായ എന്ന് പറഞ്ഞൊരു കുഞ്ഞൊരെണ്ണമാണ്. ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ജിജേഷ് ഇല്ലായിരുന്നു. ഞങ്ങളുടെ മമ്മി മാത്രമേ ഉള്ളൂ. ഞാൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ മമ്മി അവിടെ വയ്യാതെ കിടന്നപ്പോൾ കഥവ് ചവിട്ടി തുറന്നാണ് അവര് കയറിയകത്ത്. എന്നിട്ട് മമ്മിയുടെ ഫോൺ എടുത്ത് ലോക്ക് അഴിപ്പിച്ച് അപ്പൊ അതിനകത്ത് കോളൊക്കെ കിടന്നു. ഒത്തിരി പേരുടെ പേര് കിടന്ന്. ആ പേര് ആരുടെയാണ്, എന്തുവാന്ന്, ബോസ് എന്നൊക്കെ പറയുന്നവരുടെ ആരുടെ പേരാണെന്ന് ഉദ്ദേശിച്ച് മമ്മിയെ ഒത്തിരി വിരട്ടിയെ അവിടെ ഇരുന്ന് എന്റെ ഒരു തയ്യൽ മെഷീൻ ഉണ്ടായിരുന്നു, അതെല്ലാവരും തെല്ലിയിടിയൊക്കെ ചെയ്ത്. അപ്പൊ ശരിക്കും ഇത്തരത്തിൽ നായ കടിച്ച സംഭവത്തിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നായ ഇല്ല, ഒരു കുഞ്ഞൊരെണ്ണമേ ഉള്ളൂ. അത് കൂട്ടിലാ കിടക്കുന്നത്. നായ കടിച്ചു എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും അറിയത്തില്ല, എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ വീട്ടിലെ നായ കടിച്ചിട്ടില്ല? ഇല്ല, ഞങ്ങളുടെ വീട്ടിലെ നായ കടിച്ചിട്ടില്ല. അതായത് ജിജേഷിന്റെ വീട്ടിലെ നായ കടിച്ചിട്ടില്ല? ഇല്ല. വ്യക്തമാണ്. ഞാൻ കൊണ്ടുപോയി കാണിക്കാം വീട്ടിലെ നായ. ജിജേഷിന്റെ വീട്ടിലെ നായ കടിച്ചിട്ടില്ല. ഇത്തരത്തിൽ നായയുടെ കടിയേറ്റത് വളർത്തു നായയുടെ കടിയേറ്റു എന്നാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. ഏതായാലും നമ്മൾ ജിജേഷിന്റെ വീട്ടിലേക്ക് പോവുകയാണ് ഈ സംഭവത്തിന്റെ നിജസ്ഥിതി അറിയാൻ. ഇവിടെ പ്രതിയെ ആയ ജിജേഷിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ജിജേഷിന്റെ അമ്മയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അമ്മ, ഇന്നലെ ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? ഞാനിവിടെ ഒറ്റയ്ക്കുള്ളായിരുന്നു. ഞാനിവിടെ ഇല്ല കട്ടിലേക്ക് കിടക്കുമായിരുന്നു. അപ്പം ഒരു ചവിട്ടി രണ്ടാമത്തെ ചവിട്ടിന് ഈ കൂട്ടങ്ങ് പറഞ്ഞ് കുറ്റിയിട്ടിരുന്നതാ പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ രണ്ട് പോലീസുകാരാണ് അകത്ത് കയറി വന്നിട്ട് ഈ ഫോൺ ഞാനിവിടെ കുത്തിയിട്ടിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, ഇത് ജിജേഷിന്റെ വീടാണെന്ന് ചോദിച്ചാൽ ആന്ന് പറഞ്ഞു. ഈ ഫോൺ ജിജേഷിന്റെ ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, എന്റേതാന്ന് പറഞ്ഞു. അപ്പൊ ജിജേഷിന്റെ നമ്പർ എടുത്ത് തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ഫോൺ എടുത്ത് നമ്പർ എടുത്ത് കൊടുക്കാൻ തന്നപ്പോ എന്നെ പള്ളു പറഞ്ഞു. ഒരു പോലീസുകാരൻ എന്നെ വഴക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ ഫോൺ എടുത്ത് നമ്പർ വേണം ഇവിടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫോണിൽ നിന്ന് നമ്പർ എടുത്തു കൊടുത്ത് അതിന്റെ മുമ്പേ എന്നെ ബോസ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു ചിറ്റപ്പന്റെ മോൻ വിളിച്ചായിരുന്നു. ആ കോൾ ഇതിൽ കിടപ്പുണ്ട്. അപ്പൊ ആ വന്ന പോലീസുകാരെ ഈ ഫോൺ എടുത്തിട്ട് ഈ ബോസ് ആരാന്ന് ചോദിച്ചു ഇതിൽ കിടന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ചിറ്റപ്പന്റെ ഒരു മോനാന്ന് എന്നെ വിളിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ പിന്നെ അവിടെ വെച്ചിട്ട് ജിജേഷ് ഇവിടെ എല്ലാം മുറിക്കകത്ത് എല്ലാം അവര് അതെല്ലാം പോലീസുകാർ ചെയ്തതാണ്. നിങ്ങൾ ദൃശ്യങ്ങൾ വന്നതാണ്. ഒരു വീട് മുഴുവനും അലങ്കോലപ്പെടുത്തിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? കസേരയൊക്കെ ആരാണ് മറിച്ചിട്ട് ലാത്തിക്ക് അടിച്ചു പൊട്ടിച്ചത്. അതുകൊണ്ട് ടേബിളിന്റെ പുറത്തിരുന്ന ഗ്ലാസ് മൊത്തം TV എല്ലാം മറിച്ചിട്ടോ? TV എല്ലാം തന്നെ. 3 പോലീസുകാരുള്ളായിരുന്നു. അതിൽ ഒരാൾ സിവിൽ ഡ്രസ്സിലുമായിരുന്നു. ഒരാൾ സിവിൽ ഡ്രസ്സിലുമായിരുന്നു അല്ലേ? ഒരാള് സിവിൽ ഡ്രസ്സിൽ. ഒരു വീട് ഫുള്ളായിട്ട് ഇങ്ങനെ അടിച്ച് തകർത്തിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്.
ഓക്കെ, നമുക്ക് പുറത്തേക്ക് പോകാം. ആ റൂമിലുണ്ടോ? ഇതെല്ലാം അടിച്ചു തുറക്കുമ്പോ അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്ന് വിറയ്ക്കുവാന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു ജിജേഷ് എവിടെ നിന്ന്. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ജിജേഷ് എവിടെ പോയെന്ന് അറിയത്തില്ല, ഞാൻ തൊഴിലുറപ്പിന്ന് വന്നപ്പോ ജിജേഷ് വിടില്ല, എവിടെ പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്നോട് ചോദിച്ചു എന്തോ ജോലിക്ക് പോകും. ഞാൻ പറഞ്ഞു വണ്ടി ഓടാൻ പോകുന്നതാന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു ജിജേഷ് കല്യാണം കഴിച്ചു കാണുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചു. ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചു, ഒരു മോനും ഉണ്ട്, പിന്നെ അവന്റെ ഭാര്യയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പൊ എന്നെ ബാംഗ്ലൂർ ജോലിക്ക് പോയിരിക്കുകയാണ്, ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോൾ. അപ്പൊ അപ്പുറത്തെ വീട് ആരെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് മോടെയാണ്. മോൾ എന്തെന്ന് ചോദിച്ചാൽ ഞാൻ ആശുപത്രിയിൽ പോയി എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ അവര് കേറിപ്പോയി. കേറിപ്പോയിട്ട് പുറത്ത് വെച്ചിട്ടാണ് ഇത്തരത്തില് പട്ടിയുടെ കടി ഏൽക്കുന്നത് അല്ലെ? ഇവിടെ നിന്ന് അങ്ങ് പോയി. പിന്നത്തെ അതായത് ഈ വീട്ടില് ഒരു നായയുണ്ട്, ആ നായയുടെ കടിയേറ്റു എന്നല്ലെങ്കിൽ ജിജേഷിന്റെ വളർത്തുനായയുടെ കടിയേറ്റു എന്ന് വാർത്ത പറയുമ്പോഴും നമ്മൾ കണ്ടിരിക്കുന്ന കാഴ്ച ജിജേഷിന്റെ വീട്ടിലെ നായയുടെ ദൃശ്യങ്ങളാണ്. അപ്പൊ അതായത് ഇത് കൂട്ടിൽ തന്നെ കിടക്കുന്ന നായയാണെന്ന് ഇവർ പറയുന്നത്. കണ്ടോ, ആ കൂട് തുറന്നു കിടക്കുകയാണ്, ഇത് പുറത്തിറങ്ങത്തില്ല. ജിജേഷിന്റെ സഹോദരിയാണ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബൈറ്റ് തന്നത്. നമുക്ക് ഏതായാലും സഹോദരിയോട് നമുക്ക് ചോദിക്കാം എന്തായിരുന്നു സംഭവിച്ചത്. ഓക്കെ, അപ്പൊ നമ്മള് ഇതാണല്ലേ, ഈ പട്ടിയാണോ കടിച്ചെന്ന് പറഞ്ഞു? ഈ പട്ടി കടിക്കത്തില്ല, ഞാൻ അന്നേരം മുതലേ തുറന്നിട്ടേക്കുന്നതാണ്. ഈ പട്ടി കടിക്കത്തില്ല, കുഞ്ഞിപ്പട്ടിയാണ്. ഓക്കെ, കൂട്ടിന്ന് പുറത്തിറങ്ങത്തില്ല? ഇല്ല, ഇറങ്ങത്തില്ല, അന്നേരം മുതലേ തുറന്നിട്ടേക്ക. ഈ നിമിഷം വരെ അത് പുറത്തിറങ്ങിയിട്ടില്ല. പിന്നെ എവിടെ വെച്ചാണ് ഇദ്ദേഹത്തിന് നായയുടെ കടിയേറ്റു എന്ന് പറയുന്നത്? നമുക്കറിയത്തില്ല എവിടെ വെച്ചാണ് കടിയേറ്റെന്ന്, അറിയത്തില്ല. ഓക്കെ, അപ്പൊ നായയുടെ ഏതായാലും ഈ ഒരു കാര്യത്തില് വ്യക്തതയുണ്ട്. കാരണം വെച്ചാല് ഈ നായ ഈ കൂട്ടിന് പുറത്തിറങ്ങത്തില്ല, വളരെ ചെറിയ നായയാണ്, അതുകൊണ്ട് തന്നെ കൂട്ടിന് പുറത്തിറങ്ങത്തില്ല. പിന്നീട് എന്താണ് സംഭവിച്ചത് നമുക്ക് ചോദിക്കാം. കാരണം കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ട സ്ഥലം ഈ വീടിന് കുറച്ച് ഏകദേശം ഒരു 100 മീറ്റർ അപ്പുറമാണ് അല്ലേ? 100 മീറ്റർ അപ്പുറത്താണ്. അവിടെ വെച്ച് കുട്ടികളെടുത്ത വീഡിയോയിലാണ് നിങ്ങൾ ചില കാര്യങ്ങൾ കണ്ടത്. അവിടെ വെച്ചായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിൽ കടിയേറ്റ്. നമുക്ക് ആ കുട്ടികളോട് ചോദിക്കാം. ഈ സംഭവം നടക്കുമ്പോൾ ശരിക്കും ജിജേഷിനെ വിവസ്ത്രനായ രീതിയിൽ റോഡിലിട്ട് വലിച്ചഴിക്കുന്ന ചില ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതിൽ ആരാണ് ജിജേഷിന്റെ മക്കൾ? ആരൊക്കെയാണ്? നിങ്ങൾ അല്ലേ? ഓക്കെ, അപ്പൊ ആരാണ് വീഡിയോ എടുത്തത്? നിങ്ങൾ എല്ലാവരും കൂടിയാണോ? എന്തായിരുന്നു കണ്ടത്? ലാത്തിക്കിട്ട് അടിക്കുന്നു, വലിച്ചഴച്ചു കൊണ്ടുപോയി, പല്ലൊക്കെ ഇടിച്ചു പൊട്ടിച്ച് ചോരയൊക്കെ വന്ന് തലക്കൊക്കെ ചവിട്ടി പിടിച്ചു. നല്ല രീതിയിൽ അടിച്ചു. അവിടെ വെച്ചാണോ നായയുടെ കടിയേറ്റിട്ടുണ്ടായിരുന്നു? അത് ഏതെങ്കിലും വീട്ടിൽ വളർത്തുന്ന നായാണോ? അതറിയത്തില്ല. അവിടെ ബഹളം നടന്നപ്പോ പട്ടി എന്താണ്ട് വന്നേ, ഇവരെ കുറെ എടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്തു. ആണോ? ഓക്കെ, അപ്പൊ ബഹളം നടന്നപ്പോ നായ വന്നപ്പോ അതിന് പോലീസുകാർ പോലീസുകാര് ലാത്തി എടുത്ത് നായ അടിച്ചു. അപ്പൊ നായ പോലീസുകാരനെ കടിച്ചു. അതാണ് അവിടെ സംഭവിച്ചത്. ഓക്കെ. അപ്പൊ അതില് ഒരു വ്യക്തത വന്നിരിക്കുന്നത് SI സംഘവും അവിടെ എത്തിയപ്പോൾ പോലീസുകാരെ ശരിക്കും നായ കടിക്കാനായി ചെന്നു. ഇതിനെ പ്രതിരോധിക്കാനായി പോലീസുകാർ നായയെ അടിച്ചു. അപ്പോഴാണ് തിരിച്ച് പോലീസിനെ ഈ നായ കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവത്തിലാണ് വ്യക്തത വരേണ്ടിയിരുന്നത്. കാരണം ഈ വിഷയത്തിൽ പ്രതിയായ ജിജേഷിന്റെ വീട്ടിലെ വളർത്തുനായ പൂർണ്ണമായിട്ടും ഈ SI കടിച്ചിട്ടില്ല എന്നുള്ളതിന്റെ നിർണായകമായ തെളിവുകളാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിക്സൺ, ദിസ് മാൻ.